കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ പത്രക്കാർ കൃത്യമായി ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു. RSSൻ്റെ നേതാക്കന്മാരുമായി ചർച്ച നടത്തിയ ADGP ആ ചർച്ച നടത്തിയത് തെറ്റാണെന്ന് പോലും പറയാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സാധിക്കാത്തത്? ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അതിശക്തമായി നിലപാട് പറഞ്ഞിരുന്ന ആളായിരുന്നല്ലോ നിങ്ങൾ. എന്തുകൊണ്ടാണ് RSSൻ്റെ നേതാക്കന്മാരുമായി ചർച്ച നടത്തിയ ADGPയെ അദ്ദേഹം അത് ചെയ്തത് തെറ്റാണെന്ന് പോലും പറയാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത്? ഈ ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വളരെ രസകരമായിരുന്നു. RSSൻ്റെ നേതാക്കന്മാരുമായി ചർച്ച നടത്തിയത് ഒരു രാഷ്ട്രീയ വിഷയമാണ്. ആ വിഷയത്തെ പോലും തള്ളിപ്പറയാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിനു പോലും ഞാൻ റിപ്പോർട്ട് വരെ കാത്തിരിക്കും എന്നാണ് പിണറായി വിജയൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിലെ നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റുകാരും കേരളം ഒന്നാകെ മുഖ്യമന്ത്രി RSSനും ADGPക്കുമൊക്കെ കീഴ്പ്പെട്ടാണ് ഭരണം നടത്തുന്നതെന്ന് പറയുന്നത്? ഇതിൽ രാഷ്ട്രീയ നിലപാട് പറയാൻ പോലുമുള്ള തൻ്റെ ഇടം മുഖ്യമന്ത്രിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് വീണ്ടും ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി ശൗര്യത്തോടു കൂടി പറയുകയാണ്, എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ. അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ്? RSSുമായി ചർച്ച നടത്തിയത് ശരിയാണെന്നാണോ? അപ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ADGP RSSുമായി ചർച്ച നടത്തിയതിനെ ഇപ്പോഴും ഗൗരവകരമായി കാണാത്തതെന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെയും കൂടി ആവശ്യമാണ് എന്ന് വ്യക്തമാവുകയാണ്. ആ പത്രസമ്മേളനത്തിലെ വാക്കുകൾ നിങ്ങൾ കേൾക്കുക. ഇത് സംരക്ഷണത്തിന്റെ പ്രശ്നമല്ല. ഒരു ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും നടപടിയെടുക്ക് വിധേയനാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് വേണം. ആ റിപ്പോർട്ടിനാണ് കാത്തു നിൽക്കുന്നത്. ആ റിപ്പോർട്ട് ഒരു റിസർവേഷൻ പോലെയാണ്. കാരണം ഈ രാഷ്ട്രീയ ബോധ്യത്തിൽ RSSുമായി കൂടിക്കാഴ്ചയാണെങ്കിൽ തെറ്റെന്ന് പോലും അങ്ങ് പറയുന്നില്ല. പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. അത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം എന്താണ് തീരുമാനമെടുക്കേണ്ടത് അന്നേരം ആലോചിക്കാവുന്നതാണ്. ഒരു ആരോപണം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാളെ ഒഴിവാക്കുക എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നാണല്ലോ അതിലൂടെ വ്യക്തമാകുന്നത്. അത് ആരോപണം സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള അതിൻ്റെതായ നേതമായ സമ്പ്രദായങ്ങൾ നമുക്കുണ്ട്. ആ സമ്പ്രദായം പ്രകാരം അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്ന് റിപ്പോർട്ടുകൾ വന്നാൽ ഫലപ്രദമായി നടപടികളിലേക്ക് കടക്കും. നിങ്ങൾ മനസ്സിലാക്കുന്നത്, നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞാൽ ആർക്കും കേൾക്കാൻ പറ്റൂല. ആവർത്തിച്ച RSS നേതാക്കളെ പോയി കാണുന്നു. അതൊരു ശരികളില്ല. അതൊരു പ്രശ്നം. ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കിയല്ലോ ആ കാര്യത്തില്. നിങ്ങൾക്കത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ നിലപാട് ശരിയാണെന്നല്ലേ പറയുന്നത്. എന്റെ നിലപാട് ശരിയായിക്കൊണ്ടെന്നല്ലേ പറയുന്നത്. അതിലെന്താ സംശയം നിങ്ങൾക്ക്? എന്റെ നിലപാട് ശരിയായി നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ നിലപാട് വ്യക്തമാക്കി. ആ നിലപാടെന്താ? ഞാൻ ഈ സ്വരത്തിൽ എല്ലാവരും സംസാരിക്കേണ്ടത് സാധാരണ. നിങ്ങൾ അങ്ങനെ വല്ലാതെ പോകണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ വ്യക്തമാക്കിയത് ഈ കാര്യങ്ങൾ അന്വേഷിച്ച് ആ അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറക്ക് എന്താണോ വേണ്ടത് അപ്പൊ തീരുമാനിക്കാമെന്നാണ്. ആ തീരുമാനം എടുക്കുമെന്നുള്ളതിനാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്. ആ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ല. അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അത് നിങ്ങൾക്കുള്ള അഭിപ്രായം നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ഇപ്പോൾ ആവർത്തിക്കുന്നതേ ഉള്ളൂ. എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കിയല്ലോ. നിങ്ങളെല്ലാരും എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. ആ എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ നിങ്ങളിപ്പോ ആവർത്തിക്കുന്നത്. അതായത് ADGP ഈ RSS നേതാക്കളെ കണ്ടത് ശരിയാണോ തെറ്റാണോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി നിലപാട് പറഞ്ഞില്ല. മുഖ്യമന്ത്രി നിലപാട് പറഞ്ഞു. അത് ഞാൻ പറയേണ്ടത് ആ റിപ്പോർട്ടിന് ശേഷമാണ്. അതും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ഞാനൊരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ നിലപാടിന്റെ ഭാഗമായിട്ട് നടപടിയല്ലേ വരിക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലപാടിനനുസരിച്ചിട്ടുള്ള ഒരു നിലപാട് എന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് നിർബന്ധിക്കരുത്. അപ്പോ അതിൽ കാണേണ്ടത് പരിശോധന കഴിഞ്ഞ് ആ പരിശോധനയുടെ ഭാഗമായി വരുന്ന റിപ്പോർട്ട് എന്താണോ അതിന്റെ ഘട്ടത്തിലാണ് ഞാൻ എന്റെ നിലപാട് പറയേണ്ടത്. അല്ലാതെ ഞാൻ പറഞ്ഞു തീരട്ടെ. അല്ലാതെ അതിനു മുൻപ് ധൃതി പിടിച്ച് ആ നിലപാട് പറയലല്ല ഔചിത്യം.